ശരിക്കും പറഞ്ഞാൽ പ്രകാശൻ്റെ മാറ്റം അതിനു മുമ്പേ സംഭവിച്ചു തുടങ്ങി. കാരണം ഈ സലോമിയുടെ കാലഘട്ടത്തിന് ശേഷം ഈ ബംഗാളികളോട് ശാരീരികമായിട്ട് ഇവൻ അധ്വാനിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവൻ്റെ ഈഗോ പോയി തുടങ്ങി. അധ്വാനത്തിൻ്റെ ഒരു വാല്യൂ ഇവന് തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തോട്ട്സിനെ ഹനിക്കുന്നതാണ്. കാരണം ജർമ്മനിയിലേക്ക് പോകണമെന്നും കേരളത്തിൽ ഒന്നുമില്ല എന്നും വിദേശ രാജ്യങ്ങളാണ് ഏറ്റവും ഗംഭീരമെന്നും വിശ്വസിച്ച് നടന്നിരുന്ന അവന് മാറ്റം ഉണ്ടാക്കുന്നത് ടീനയാണ്. അവളാണ് പറയുന്നത് എവിടെ പോകുന്നേക്കാൾ ഏറ്റവും നല്ലത് ലോകത്ത് കണ്ടുള്ള ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. കേരളത്തിൽ ഓരോ നല്ല നന്മയിലേക്കുള്ള ഒരു കാഴ്ച ഉണ്ടാവുകയും പിന്നെ അവൾ കൂടി വന്നതോട് കൂടിയിട്ട് അവൻ്റെ ജീവിതം അവൻ ശുദ്ധീകരിക്കപ്പെടുന്നു, അവൻ്റെ പരിവേഷങ്ങൾ അഴിഞ്ഞു പോകുന്നു. പ്രകാശനായിട്ട് മാറുന്നത് മാത്രമാണ് കഥ. പ്രകാശനായിട്ട് മാറുന്നത്, അല്ലാതെ വേറെ ഒരു വലിയ ഗഹനമായ വിഷയത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. ആ സിംപ്ലിസിറ്റി തന്നെയാണ് ഈ സിനിമേനെ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.